കാര്യമില്ല. അല്ല, അത് ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കുറ്റമായിട്ട് ഈ ചർച്ചയിൽ ചിത്രീകരിക്കേണ്ട കാര്യമല്ല. വ്യക്തി നിക്ഷേപം വേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ സംവിധാനത്തെ നമുക്ക് വിമർശിക്കാം. അത് ഗോപന്റെ നെഞ്ചത്തോടെ വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ശരി, ശ്രീ പി കെ ഗോപൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് താങ്കൾക്ക് തീർച്ചയായും വിയോജിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ശരി ശരി അദ്ദേഹം പറഞ്ഞതിനോട് വിയോജിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം ശരി ശ്രീ ഉല്ലാസ് ബാബു, ഏതായാലും ഈ വിഷയം സന്നിധാനത്ത് ഈ ഒരു പ്രശ്നങ്ങൾ മണ്ഡലകാലത്തിന്റെ 2ാം ദിനം എടുത്ത് ചർച്ച ചെയ്യുന്നതിന്റെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചാണ് ഗോപൻ ആകുലതപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അമർഷം രേഖപ്പെടുത്തുന്നതെങ്കിലും അവിടെ കുറവുകളുണ്ട് എന്ന് ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം തൊട്ട് അത് ഓരോന്നായി പരിഹരിക്കും, സുഗമമായ ഭക്തർക്ക് ദർശനകാലം ഉറപ്പാക്കും എന്നാണ് സർക്കാരിന്റെ വാക്കുകൾ. അതങ്ങനെ എടുക്കാം. പക്ഷെ കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 18-ാം തീയതി ഇന്നത്തെ ദിവസം തന്നെയാണോ ഈ കത്ത് കൊടുത്തത്? ആ പറഞ്ഞ ഡേറ്റിൽ പ്രശ്നമുണ്ടോ? കേന്ദ്ര സർക്കാരിനോടല്ലോ അത് കൊടുത്ത ഇവന്മാരുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരാണോ അത് കൊടുത്ത കേന്ദ്ര സർക്കാരിനോടല്ലോ, ഇവരുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃത്യമായി ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ട ആളാരാണോ അവരോട് പോയിട്ട് ഗോപൻ ചോദിക്കട്ടെ. 102-48-55/2025 ക്ലോസ് എ എന്ന് പറയപ്പെടുന്ന ലെറ്റർ ഇത് റിസീവ്ഡ് ഓൺ 18/11/2025. നല്ല ബുദ്ധിയും ബോധത്തോടു കൂടി തന്നെ ഗോപ ചർച്ചയ്ക്ക് വന്നിരിക്കണേ. പിന്നെ ഫാക്ച്വലർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തുടക്കം മുതൽ നുണ പറയണേ. നിങ്ങൾ തുടക്കം മുതൽ ആളുകളെ വഴിതെറ്റിക്കുക ചെയ്യണേ. നിങ്ങളുടെ പ്രശ്നം എന്താ? ഭക്തർക്കാണ് പ്രശ്നം. നിങ്ങളുടെ സർക്കാരിനല്ല കുഴപ്പം. നിങ്ങളുടെ ദേവസ്വം മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റ് ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭക്തരുടെയാണ് പ്രശ്നം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വെർച്വൽ ക്യൂവിലെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇത്ര പേർ നാളെ വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്ര പേർ വരുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അറിയാൻ പറ്റുന്ന ഒരാളും അതിനകത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 KSRTC ബസ് കൂടുതലിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിലയ്ക്കൽ തിരക്ക് ഇവിടെ കൂടുതലാണെങ്കിൽ നിലയ്ക്കൽ അതിനുള്ള സംവിധാനം ഒരുക്കി അവരവിടെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. പമ്പയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എരുമേലിയിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മരക്കൂട്ടത്തിൽ പ്രയാസം ഉണ്ടായെങ്കിൽ അവിടെ അതിനെ പരിഹരിച്ച് അവിടെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. സന്നിധാനത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനോട് സ്നേഹം വേണം, അതിൽ പോയി പരിചയം ഉണ്ടാവണം. അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പരിചയവും അതിനോട് സ്നേഹവും അത് വിജയിക്കണമെന്നും അത് ഗംഭീരമായി നടക്കണമെന്നും കൃത്യമായിട്ട് താല്പര്യമുണ്ടെങ്കിലേ അത് വൃത്തിയും വെടുപ്പായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. അതില്ലാത്തവന്മാരുടെ കയ്യിൽ ഇത് ഇരിക്കുന്നത് കൊണ്ടാണ് അത് കൃത്യവും വെടുപ്പായിട്ട് നടക്കാൻ പറ്റാത്തത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴാൻ വരും, അവർ പ്രാർത്ഥിക്കാൻ വരും, അവർ ബുക്ക് ചെയ്തിട്ടാ വരണേ. അപ്പൊ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അയ്യപ്പ സേവാ സംഘത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഗോപ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയോ? ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് റാഷിദെ. പൂർണ്ണമായിട്ട് ഒരു ലാഭവും കൂടാതെ ഒരു പൈസയും ആഗ്രഹിക്കാതെ പരിപൂർണമായിട്ട് ആ സേവനത്തിന് തയ്യാറായിട്ട് കേരളത്തിൽ നിൽക്കുന്ന അയ്യപ്പ വിശ്വാസം നിങ്ങൾക്ക് അറിയോ? ഏതൊരു സൗത്ത് ഇന്ത്യയിൽ മൊത്തം അവർ വരും. അവർ വന്നിട്ട് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്താം. വൃത്തിയാക്കുന്നതായിക്കോട്ടെ, ബാത്റൂം വൃത്തിയാക്കുന്നതായിക്കോട്ടെ, വെള്ളം കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഇനി വഴിക്ക് വീഴുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, വിരിപ്പന്തലായിക്കോട്ടെ, അല്ലെങ്കിൽ നടപ്പറയിലായിക്കോട്ടെ, ഏത് സ്ഥലത്തും ഇനി അന്നദാനം കൊടുക്കുന്ന കാര്യത്തിലും അവരെടുക്കുന്ന പ്രവൃത്തി ഗോപം കണ്ടിട്ടുണ്ടോ? അതിനെ ഇടയ്ക്കൊന്ന് അവിടേക്ക് പോകണം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗീർമാനം തള്ളിയതുകൊണ്ടായില്ല. കണക്ക് വെക്കാത്ര എന്ത് കണക്ക് ഗോപങ്ങൾ പറയണേ? ഈ കൊല്ലം ആള് വരുമെന്ന് കഴിഞ്ഞ കൊല്ലം കൂടുമ്പോ നിങ്ങൾക്ക് അറിയാൻ മനസ്സ് ബോധമായില്ല. ഭക്തിയാണ് വിഷയമെങ്കിൽ വ്യക്തിയധിക്ഷേപം വേണ്ട എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഭക്തിയാണ് വിഷയമെങ്കിൽ വ്യക്തിയധിക്ഷേപം വേണ്ട. ഭക്തിയിൽ പറഞ്ഞതല്ലോ ഈ വ്യക്തിയധിക്ഷേപം. രാഷ്ട്രീയമാണ് എങ്കിൽ പോലും വ്യക്തിയധിക്ഷേപം പാടില്ല. വ്യക്തിയധിക്ഷേപം വേണ്ട. നമുക്ക് ഭക്തി ആയാലും രാഷ്ട്രീയമായാലും വ്യക്തിയധിക്ഷേപം വേണ്ട. ഇത് രണ്ടിലും പറഞ്ഞിട്ടില്ലല്ലോ വ്യക്തിയധിക്ഷേപം. എന്ത് വ്യക്തിയധിക്ഷേപം? BJP-യെ കുറിച്ചും സുവർണാവസരമാണെന്നും കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ നുണ പറയുന്ന സമയത്ത് അത് തെറ്റായിട്ട് റാഷിദെ നിങ്ങൾക്ക് തോന്നിയില്ലേ? അല്ല, ഈ ഗീർവാണം തള്ളുക, ഗോപൻ ഗീർവാണം തള്ളുന്നു, അവിടെ പോയി നോക്കാറില്ല എന്ന് അദ്ദേഹത്തിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കേന്ദ്രീകരിക്കണ്ട എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാം, അതിനൊന്നും വിഷയമല്ല. എന്താ സംശയം? അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളം കൊടുക്കാതെ ഭക്തർ കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പ്രാപ്തിയില്ല എങ്കിൽ അതിന് മുൻകൈ എടുക്കാനുള്ള തീരുമാനങ്ങൾ കൃത്യതയുള്ളവർ എടുത്തില്ല എങ്കിൽ സംശയലേശം എന്നെ അയ്യപ്പ ഭക്തർ അത് പറയും. അതിനകത്ത് ഗോപന് വിഷമം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കുറ്റമായിട്ട് ഈ ചർച്ചയിൽ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. വ്യക്തിയധിക്ഷേപം വേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ സംവിധാനത്തെ നമുക്ക് വിമർശിക്കാം. അത് ഗോപന്റെ നെഞ്ചത്തോടെ വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ശരി ഉല്ലാസ് ബാബു, ഓക്കെ ഉല്ലാസ് ബാബു, ഓക്കെ, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ജീവിച്ചിരിക്കുന്ന വീട്ടുകാരുണ്ട്, അവർക്ക് വിഷമം ഉണ്ടാവും. ശരി. അതേപോലെ ഭക്തർക്ക് നിങ്ങൾ പ്രയാസം എല്ലാ ഉണ്ടാവും. സൗകര്യം ഒരുക്കി അത് മനസ്സിലാക്കണമെങ്കിൽ ശരി, അയ്യപ്പനോ ശരി. വിശ്വാസം നിങ്ങളെ ഉണ്ടാവണം. വ്യക്തികളെ ഗോപന് ആക്ഷേപിക്കാൻ ഈ വിശ്വാസം ചാനലിന്റെ ഫ്ലോർ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുകയാണ്. ശരി ഉല്ലാസ് ബാബു, ഒരൊറ്റ നിമിഷം, ഒരൊറ്റ നിമിഷം. ശരി. ബിജെപിയുടെ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുന്ന ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾക്കല്ല അദ്ദേഹം മറുപടി പറയുന്നത്. നിങ്ങൾ മനുഷ്യരെ ആക്ഷേപിക്കാൻ നിങ്ങൾ ഫ്ലോർ ഒരുക്കി കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പി കെ ഗോപൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് താങ്കൾക്ക് തീർച്ചയായും വിയോജിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ശരി ശരി അദ്ദേഹം പറഞ്ഞതിനോട് വിയോജിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം ഇത് ചെയ്യുന്നത് ശരിയല്ല. ശരി നിങ്ങൾക്ക് ശരി രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഒരൊറ്റ നിമിഷം ശ്രീ ഉല്ലാസ് ബാബു, ഒരൊറ്റ നിമിഷം ശ്രീ ഉല്ലാസ് ബാബു. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രീ പി കെ ഗോപൻ, ഞാൻ താങ്കൾക്ക് തീർച്ചയായും ഇതിന് മറുപടി പറയാൻ സമയം തരും. 30 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കും ശ്രീ ഉല്ലാസ് ബാബു. സമ്മതിച്ചില്ലെങ്കിൽ ഗോപനേക്കാൾ അപ്പുറത്ത് സംസാരിക്കേണ്ടി എനിക്കറിയാം. ഒരു സംശയം വേണ്ട ആ കാര്യത്തില്. ശരി ഞാൻ ശരി ശരി 2030 നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിൽ തീരുമാനിച്ച പോലെ ഗോപൻ പറഞ്ഞല്ലോ, 2030 നടക്കേണ്ട കാര്യമല്ല പറയണേ, 2025 എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന, ശബരിമലയിലേക്ക് വരുന്ന, വൃശ്ചികം 1 മണ്ഡലകാലത്തിൽ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളം, അവർക്കൊന്ന് മൂത്രമൊഴിക്കാനുള്ള അത് ബി ജെ പി ചോദിക്കുന്ന ചോദ്യമാണ് എന്നതുകൊണ്ട് ചെറുതാകുന്നില്ല ശ്രീ പി കെ ഗോപൻ. അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടതില്ല. പ്രശാന്ത് കുഴിക്കാരെ ചോദിച്ചാലും, രാജു പി നായർ ചോദിച്ചാലും, ഉല്ലാസ് ബാബു ചോദിച്ചാലും, ഇനി ഈ ചർച്ച നയിക്കുന്ന ഞാൻ ചോദിച്ചാലും അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ശരി 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 ഉല്ലാസ് ബാബു, ഓക്കെ ഓക്കെ ഒരൊറ്റ നിമിഷം. ദേവസ്വം ബോർഡിനും സർക്കാരിനും ആയില്ലെങ്കിൽ ഗോപൻ മറുപടി പറഞ്ഞോട്ടെ, അദ്ദേഹമാണല്ലോ റെസ്പോൺസിബിൾ ഈ ചർച്ചയിൽ മറുപടി പറയാൻ. അദ്ദേഹം പറയട്ടെ. ഉല്ലാസ് ബാബു ദയവായി അടങ്ങും. ശരി ശരി ഉല്ലാസ് ബാബു. ശരി അല്ല ഉല്ലാസ് ബാബു, ഇതിപ്പോ ഞാനാണ് ഇടപെടുന്നത്. ശരി ഉല്ലാസ് ബാബു, ഒരൊറ്റ നിമിഷം. ഗോപൻ അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ മാന്യമായിരിക്കുകയാണ് ഈ ചർച്ചയിൽ. ഇല്ല അദ്ദേഹം ഇടപെടുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടിയുടെ ഊഴമാണ് ഇനി ശ്രീ ഡോക്ടർ പി കെ ഗോപൻ. അല്ലല്ല ആക്ഷേപിക്കരുത് ഉല്ലാസ് ബാബു. ഒരൊറ്റ നിമിഷം. അല്ലല്ല അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഇപ്പോ ശ്രീ ഇല്ലല്ല അങ്ങനെ വ്യക്തിപരമായ ആക്ഷേപത്തിന് നിന്നേരാനും പറ്റില്ല ഉല്ലാസ് ബാബു. വേണ്ട നമുക്ക് രാഷ്ട്രീയമായി സംവദിക്കാം, ചോദ്യങ്ങൾ ഉയർത്താം, ആശയങ്ങൾ മറുപടി പറയാം. പക്ഷെ വ്യക്തിയാക്ഷേപം വേണ്ട. വ്യക്തിയാക്ഷേപം ഈ ഫ്ലോറിൽ വേണ്ട ഉല്ലാസ് ബാബു. വേണ്ട അദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ. അദ്ദേഹം അവിടെ മിണ്ടാതിരിക്കുകയാണെന്ന്. അദ്ദേഹം ഇപ്പൊ വളരെ ശാന്തമായി മിണ്ടാതിരിക്കുകയാണ്. ശരി അദ്ദേഹം വാക്കുകൾ കൊണ്ട് നിങ്ങളോട് ആശയപരമായി ഇടപെട്ടുള്ളൂ, വ്യക്തിപരമായി ആക്ഷേപിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അദ്ദേഹം നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല തിരിച്ച്. അതുകൊണ്ട് ദയവായി ഉല്ലാസ് ബാബു അടങ്ങുക. ശ്രീ ഡോക്ടർ പി കെ ഗോപൻ 3 മിനിറ്റ് സമയമുണ്ട് മറുപടി ശരി ഓക്കെ ശരി ഓക്കെ ശരി ഡോക്ടർ പി ശരി എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് അവിടെ കുഴഞ്ഞു വീഴുന്ന ഭക്തർ പോലും ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് വൈകാരികമാകാം, പക്ഷെ വ്യക്തിപരമാകണ്ട, അത്രേ ഉള്ളൂ. ഉല്ലാസ് ബാബു ഓക്കെ, എനിക്കത് മനസ്സിലാവും. അവരുടെ കയ്യിൽ ഇവരെ കിട്ടാത്തോണ്ടും പിന്നെ അവർ മാലയിട്ട് വരുന്നത് കൊണ്ടും അവര് അല്ലല്ല ശ്രീ ഈ വൈകാരികമാകുന്നതിന് ഒരു മാക്സിമം ലെവൽ ഉണ്ടല്ലോ ശ്രീ ഉല്ലാസ് ബാബു. ഇതൊരു പൊതു ചർച്ചയാണ്. നമുക്ക് ശരി വ്യക്തിപരമാകരുത്. ദയവായി അടങ്ങും. അദ്ദേഹത്തിന്റെ ഊഴമാണ്, അദ്ദേഹം സംസാരിക്കട്ടെ. ഡോക്ടർ പി കെ ഗോപൻ താങ്കൾ മറുപടി പറയൂ. എന്നിട്ട് അവരെല്ലാം കൃത്യവും അല്ലല്ല ഇവിടെ കൃത്യമല്ലല്ലോ എന്നാണ് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ഉല്ലാസ് ബാബു ദയവായി, നിങ്ങൾ ചർച്ചയിൽ ഒരുപാട് കാലമായി വന്നിരിക്കുന്ന വ്യക്തിയാണല്ലോ, താങ്കൾക്ക് ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാവും. ദയവായി ഡോക്ടർ പി കെ ഗോപൻ മറുപടി പറയും. ശ്രീ റാഷിദ്, ഇതിന്റെ ചർച്ചയുടെ അവസാന സമയം പൂർണ്ണമായിട്ടും മറ്റുള്ള സംസാരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല, ആക്ഷേപിച്ചില്ല. അദ്ദേഹം പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുന്നത് പോലെ വ്യക്തികളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരാൾ സംസാരിക്കാൻ നിങ്ങൾ അവസരം കൊടുത്താൽ അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഭാവിയിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഞങ്ങളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ നിങ്ങൾ സമയം കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം നിങ്ങൾ ഇടപെട്ടിട്ടും നിർത്തുന്നില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മനുഷ്യരെ ഹറാസ് ചെയ്യുകയാണ്. വിഷയത്തിലേക്കല്ല വരുന്നത്. അവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം തെറ്റായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഞാൻ അതിനൊന്നും വേറെ മറുപടിയിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ ആലപ്പുഴയിലെ ഒരു വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ കൊണ്ടുവന്നത് പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരിക്കാനാണെന്ന്. അവിടെ ഇടതുപക്ഷത്തിന് ആലപ്പുഴയിൽ എത്ര ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി വോട്ട് പറഞ്ഞത്? തൃശ്ശൂരിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 66,000 വോട്ട് കണ്ടില്ല. ഇടതുപക്ഷത്തിന് കിട്ടുന്നതിനേക്കാൾ 10,000 വോട്ട് തൃശ്ശൂർ അധികം കിട്ടി. അപ്പൊ നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് ഒരു പ്രതി അവിടെ ജയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് നിങ്ങൾ ബോധ്യപ്പെടണം. ആലപ്പുഴയിൽ ആരിഫിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കാണണം. ചെറിയ തോതിലുള്ള അളവാണ് കുറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്
രണ്ടാമത് അപ്പോഴും ഞാൻ സംസാരിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. രണ്ടാമത് അദ്ദേഹം സൂചിപ്പിച്ച CPIMന്റെ രേഖ അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. CPIMന്റെ രേഖയ്ക്കകത്ത് 2 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച്, ഒന്ന് RSSന്റെ പ്രശ്നം വെച്ചുകൊണ്ട് മൈനോറിറ്റിയിലുണ്ടായ മാറ്റം, രണ്ടാമതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പിന്നെ ശബരിമല വിഷയം. ഇത് രണ്ടും ആ രേഖയ്ക്കകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം CPIMന്റെ 30 സെക്കൻഡ് കൊണ്ട് പറയാം. അടുത്തത് അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നെ ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് എത്ര പേരാ ശ്രീ ഉല്ലാസ് ബാബു മരിച്ചത്, വടക്കേന്ത്യയിൽ എത്ര പേരാ മരിച്ചത്, അത് എത്ര സ്റ്റേറ്റുകളിലാണ് സംഭവിച്ചത്, അതിന്റെ ഒന്നും അവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ മറ്റ് ദേവാലയങ്ങളിൽ നടക്കുന്നതിനേക്കാൾ കൃത്യമായി ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് ശബരിമലയിലെ ഈ പ്രശ്നം പരിഹരിക്കുകയും അയ്യപ്പ സംഗമം എന്നുള്ളത് 2030 അല്ല സാർ, വരുന്ന 5 വർഷക്കാലം കൊണ്ട് ശബരിമലയിൽ വരുന്ന മഹാ ക്യൂവിന്റെ നിയന്ത്രണത്തെ സംബന്ധിച്ചാണ് 5 വർഷത്തെ മാസ്റ്റർ പ്ലാൻ. അപ്പൊ ഓരോ വർഷവും മാസ്റ്റർ പ്ലാൻ 2030 മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഇന്ന് നടക്കുന്ന ദർശനത്തിന് ഈ മണ്ഡലകാലത്തിന് വേണ്ടത് ചെയ്തില്ല എങ്കിൽ ചോദ്യങ്ങൾ ഉയരും. അതിനകത്ത് രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ ഉയരുക എന്നുള്ളത് സ്വാഭാവികമാണ്. ശരി, ഓക്കെ, അങ്ങനെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതിനൊരു വാദം എന്ന നിലയ്ക്ക് മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ വീഴ്ചകൾ കാണുമ്പോൾ അത് ദേവസ്വം പ്രസിഡന്റ് തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്.